നമസ്കാരം, സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ബയോളജി ഭാഗത്ത് വരാനുള്ള സയൻസ് ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടങ്ങിയ കണ്ടൻറ്റാണ്. അപ്പോൾ 2025, 26, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പരീക്ഷകളുടെ സയൻസ് ഭാഗത്തുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ? ആൽഗ, ബ്രയോഫൈറ്റ, ജിംനോസ്പേം, തിറിഡോഫൈറ്റ. ആൻസർ ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റ സസ്യവിഭാഗത്തിൽപ്പെടുന്നവയാണ് റിക്സിയ. ബ്രയോഫൈറ്റ സസ്യവിഭാഗത്തിൽപ്പെടുന്നവയാണ് റിക്സിയ. മനുഷ്യൻ്റെ ഗർഭകാലം, പൂർണ്ണമായ ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? മനുഷ്യൻ്റെ പൂർണ്ണമായ ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? 270 മുതൽ 280 ദിവസം വരെയാണ്. 270 മുതൽ 280 ദിവസം വരെയാണ്. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ DNA ബാർകോഡിംഗ്. DNA ബാർകോഡിംഗ്. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേരാണ് DNA ബാർകോഡിംഗ്. താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? ആൻസർ മെലാട്ടോണിൻ. മെലാട്ടോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്, ജീവിത താളക്രമം നിയന്ത്രിക്കുക എന്ന് പറയും. മെലാട്ടോണിൻ. മെലാട്ടോണിൻ. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ആൻസർ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനം ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അനുയാത്ര. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏതാണ്? ആൻസർ ഭീമ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. 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 അസ്ഥികൾ. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. വിറ്റമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്തത്, പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണിക കൊണ്ടാണ്. ഒരു അപ് കാർക്ക് +2/3 ചാർജ് ഉള്ളതും ഒരു ഡൗൺ കാർക്ക് -3/e ചാർജ് ഉള്ളതുമാണ്. ഇതിൽ എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ക്വാർക്ക് സംയോജനമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രോട്ടോൺ 2 അപ്പ് ക്വാർക്ക്, 1 ഡൗൺ കാർക്ക്, ന്യൂട്രോൺ 1 അപ്പ് ക്വാർക്ക്, 2 ഡൗൺ കാർക്ക്. പ്രീ-ഡിഗ്രി +2 ചോദ്യമാണ്. നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൻ്റെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ആൻസർ ജലം. ജലം. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ജൂൾ പെർ സെക്കൻഡ്. നെക്സ്റ്റ് വൺ, ഇവിടെ തന്നിരിക്കുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, സിന്നബർ. സിന്നബർ. അടുത്ത ക്വസ്റ്റ്യൻ, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന? വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? IUCN. IUCN. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടനയാണ് IUCN. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ
അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? വിറ്റാമിൻ സി. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചിർത്തുന്നു. സുനാമിയെ തടയുന്നു. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിലേതാണ്? ആൻസർ വിജാഗിരി സന്ധി. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? വിജാഗിരി സന്ധി. ഭൗമസൂചിക പദവി ലഭിച്ച കുട്ടിയാറ്റൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കണ്ണൂർ ജില്ല. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെയാണ്? കോളറയും ടൈഫോയിഡുമാണ് അത്. ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്, അഞ്ചാമ്പനി, ക്ഷയം, കോവിഡ്, വില്ലൻ ചുമയെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. മോണകളിൽ നിന്നും രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണപദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. മനുഷ്യൻ്റെ ലിംബ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. നെക്സ്റ്റ് വൺ. പുല്ല്, മാൻ, കടുവ, കഴുകൻ ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തൃതീയ ഉപഭോക്താവ്. ഒരു ഭക്ഷ്യശൃംഖല എന്ന് പറയുമ്പോൾ അവിടെ ഫസ്റ്റ് ആരൊക്കെയുണ്ട് മെയിൻലി വരിക? 1 ഉൽപ്പാദകർ, അടുത്തത് ഉപഭോക്താക്കൾ, അടുത്തത് വിഘാടകർ. ഇതാണ് ശരിക്കും ഒരു ആഹാര ശൃംഖലയിൽ വരിക. ഇവിടെ ഉൽപ്പാദകർ എപ്പോഴും ആരായിരിക്കും? ഹരിതസസ്യങ്ങൾ തന്നെ ആയിരിക്കും. ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ ഉൽപ്പാദകരെ കഴിക്കുന്നവരാണത് ഉപഭോക്താക്കൾ. ഇവർ 3 രീതിയിലുണ്ട്. പ്രാഥമികമുണ്ട്, പ്രാഥമികം, ദ്വിതീയം, തൃതീയമുണ്ട്. അങ്ങനെ 3 ഘടകങ്ങളുണ്ട്. പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ ഈ ഉൽപ്പാദകരെ ഹരിതസസ്യങ്ങളെ നേരിട്ട് ഭക്ഷണമാക്കുന്നവരായിരിക്കും എന്ത്? പ്രാഥമിക ഉപഭോക്താക്കൾ, ഇത് കഴിക്കുന്നവർ. ദ്വിതീയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഈ പ്രാഥമിക ഉപഭോക്താക്കൾ ഇപ്പോൾ പുല്ലിനെ കഴിക്കുന്ന പുൽച്ചാടി തവള കഴിക്കുമ്പോൾ തവള ദ്വിതീയമാകുന്നു. അപ്പോൾ പ്രാഥമികമായ ഉപഭോക്താക്കൾ കഴിക്കുന്നവരൊക്കെ എന്താണ്? ദ്വിതീയമാണ്. ദ്വിതീയ ഉപഭോക്താവിനെ കഴിക്കുന്നവർ എന്താണ്? തൃതീയ ഉപഭോക്താവാണ്. അത് കഴിഞ്ഞവരൊക്കെ ചാകുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോൾ കിടന്ന് അഴുകുമ്പോഴുള്ള അവസ്ഥയാണെന്ത്? വിഘാടകർ എന്ന് പറയുക. ആ വിഘാടകർ ആരൊക്കെയാണ്? നമ്മുടെ ബാക്ടീരിയയും ഫംഗസുമാണ് വിഘാടകർ. ഓക്കെ. പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്ന് ഉപഭോക്താക്കളുടെ 3 കാറ്റഗറി ഉണ്ട്. പ്രാഥമികം നേരിട്ട് ഭക്ഷണം ഉൽപ്പാദകരെ കഴിക്കുന്നവർ, സസ്യങ്ങളെ നേരിട്ട് കഴിക്കുന്നവർ എന്താണ്? പ്രാഥമിക ഉപഭോക്താക്കൾ, കഴിക്കുന്നവർ ഇല്ലേ? അപ്പോൾ പ്രാഥമികമായ ആൾക്കാർ പുൽച്ചാടി തവള കഴിക്കുമ്പോൾ പുൽച്ചാടി കഴിക്കുന്ന ആരാണോ അവരെന്താണ്? ദ്വിതീയമാണ്. ഈ ദ്വിതീയമായ ആൾക്കാരെ കഴിക്കുന്ന സിംഹവും പുലിയൊക്കെ അടുത്ത് വരത്തില്ലേ, കഴുകനുമൊക്കെ വരുമ്പോൾ അത് തൃതീയമാണ്. ഓക്കെ. അപ്പോൾ മാനിനെ കഴിക്കുന്നത് സിംഹം, മാൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രാഥമികമാണ്, പുല്ല് കഴിക്കുമല്ലോ അല്ലേ? അപ്പോൾ തിരിച്ച് സിംഹം അപ്പോൾ ദ്വിതീയമാകാം, തൃതീയവുമാകാം. ഓക്കെ. അപ്പോൾ അതാണ് പ്രാഥമികവും ദ്വിതീയവും തൃതീയവുമുണ്ട് ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ചോദ്യം. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഗോൾഡ് ഫോയിൽ, അടുത്തത് ന്യൂക്ലിയസ് കണ്ടെത്തി, അടുത്തത് സൗരയൂഥ മാതൃക, അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവ്. ഏണസ്റ്റ് റുദർഫോർഡ്, ഗോൾഡ് ഫോയിൽ, ആട്ടത്തിൻ്റെ ന്യൂക്ലിയസ്, ആട്ടത്തിൻ്റെ സൗരയൂഥ മാതൃക, അണുകേന്ദ്ര ഭൗതികം.
നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1 ഉം 3. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലത് ഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടത് ഭാഗമായും വസ്തുവിൻ്റെ ഇടത് ഭാഗം പ്രതിബിംബത്തിൻ്റെ വലത് ഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് പാർഷിക വിപര്യം. നോക്കി വെച്ചോളൂ, അവർക്ക് പാർഷിക വിപര്യം. പണ്ട് പൂർണ്ണാന്തരിക പ്രതിഫലനം ഇല്ല, ആന്തരിക പൂർണ്ണാന്തരിക എന്നൊക്കെയാണ് വരും വച്ചത്തിൻ്റെ. ഇപ്പോൾ അത് മാറി എന്താണ് ഈ വാക്കുകൾ വരിക? ഇത് പാർഷിക വിപര്യം എന്നൊരു സംഭവം എടുത്താൽ കിട്ടേക്കുവാണ്. പാർഷിക വിപര്യം എന്താണെന്ന് കുറച്ച് നന്നായി ഒന്ന് വായിച്ചുകൊണ്ടുകൂടി നോക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ആൻസർ ജൂൾ. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഡാഷ് ആണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. അടുത്ത തന്നിരിക്കുന്നവയിൽ 1000ന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഉത്പതനം. തന്നിരിക്കുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? നിയോപ്രിൻ. ഓക്കെ. തന്നിരിക്കുന്നവയിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെല്ലാമാണ്? വായിച്ചല്ലോ. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എത്രയാണ്? ഓപ്ഷൻ സി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് കേട്ടോ. 6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ. നമുക്ക് അടുത്ത ദിവസം കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.